essentially ഞാനൊരു ഇ-കോമേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. Okay. നിലവിൽ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. Okay. അപ്പം നിലവില് ഞാൻ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കാറുണ്ട് ഇ-കോം ഫ്രീലാൻസ് ആയിട്ട്. Okay. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഫിയർ, സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ. പക്ഷെ മറ്റുള്ളവർക്കെല്ലാം സക്സസ് ആയി പോകുന്നു. ഞാൻ ചെയ്തു കൊടുക്കുന്നെല്ലാം മറ്റുള്ളവരെല്ലാം സക്സസ് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കൊരു ഫിയർ. എന്റെ വൈഫ് അടക്കം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ വൈഫിന്റെ അടക്കം ബിസിനസ് അപ്സ്റ്റെയറിലുണ്ടാവും. പക്ഷെ നമ്മള് ഞാൻ പറയും എന്റെ നോളേജ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു ഇത് മനസ്സിലാക്കുക. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിൽ കാണാം ഒരു സ്വിമ്മിംഗ് പൂൾ. ആ സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾ ഇറങ്ങുകയെന്ന് വിചാരിക്കുക. നിങ്ങളെ ഹൈറ്റ് എത്രയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലെവൽ വരെ പോയി കഴിഞ്ഞാൽ നമ്മൾ മൂക്ക് വരെ വെള്ളം വരും. ദാറ്റ് മീൻസ് യു ആർ സേഫ് അല്ലേ? ഒരു മൂക്ക് വരെ അല്ലെങ്കിൽ കഴുത്ത് വരെ വെള്ളം വന്നാൽ നമ്മൾ സേഫ് ആണ്, ശരിയല്ലേ? ഓക്കെ, അതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുങ്ങും, അതും ശരിയല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നീന്തൽ അറിയണ്ടാവില്ല, അപ്പോൾ ചിലപ്പോൾ മുങ്ങാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സേഫ്റ്റി ഗിയർ ഒന്നുമില്ല, മുങ്ങാൻ ചാൻസ് ഉണ്ട്. ഡു യു അഗ്രി ടു ദാറ്റ്? ഓക്കെ, അതേപോലെ തന്നെ ഇനി ആ വെള്ളത്തിന്റെ പകരം പണം നോക്കാം. ഓക്കെ, യുവർ ഫ്രീഡം നോക്കാം. ദാറ്റ് ഈസ് ഫ്രീഡം ഓഫ് ടൈം, ഫ്രീഡം ഓഫ് ലൊക്കേഷൻ, ഫ്രീഡം ഓഫ് മണി. ഓക്കെ, ഇത്ര പണം ഉണ്ട്, ഇത്ര പണം വരെ നിങ്ങൾ ഇവിടെ പോവാം. അതിന്റെ മേലെ കഴിഞ്ഞാൽ മുങ്ങും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ പറയണ്ട എന്നോട്, എത്ര പണം വരെ എനിക്ക് ഇറ്റ്സ് ഓക്കെ ഫോർ മീ? എത്രയാണ്? പറ, സത്യം പറഞ്ഞോ. കുറവായാലും കുഴപ്പമില്ല, കൂടുതലായാലും കുഴപ്പമില്ല. ടോക്ക് ടു മീ ബിക്കോസ് നൗ യു ആർ ഗെറ്റിംഗ് ദ റൈറ്റ് കോച്ചിങ്. സോ ടെൽ മീ ഹൗ മച്ച് മണി ഈസ് ഓക്കെ ഫോർ യു ഈവൻ ഇഫ് യു ലൂസ് ദാറ്റ് മണി. അത് പോയാലും കുഴപ്പമില്ല, ഇത്ര വരെ എനിക്ക് ഓക്കെ, കടങ്ങളൊന്നും ഇല്ലാതെ, ഒരു ഡെറ്റും ഇല്ലാതെ, ഇത്ര ഓക്കെ. മീ ആൻഡ് മൈ വൈഫ് വി ക്യാൻ സ്റ്റിൽ വി ക്യാൻ സർവൈവ് വിത്ത് ദാറ്റ്. എത്ര എമൗണ്ട് വരെ പോവാം? എനിക്ക് 1 lakh വരെ ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഇല്ല, നോ പ്രോബ്ലം. That's not my question. My question, listen to my question carefully. എത്ര വരെ നിങ്ങൾക്ക് അതിൽ പോയാലും കുഴപ്പമില്ല? ഇത്ര വരെ നഷ്ടം വന്നാലും ഓക്കെ, അത് കുഴപ്പമില്ല. 10 ലക്ഷം, 1 ലക്ഷം, 50,000, എത്രയാണ് അമൗണ്ട്? ഇത്ര വരെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത്ര പോയാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഞാൻ സഹിച്ചോളാം, എന്റെ വൈഫും സഹിച്ചോളാം. എത്ര വരെ? ഓക്കെ, 1,50,000. 1,50,000 ഇന്ത്യൻ റുപ്പീസ് ആണ് നിങ്ങൾ പറഞ്ഞത്? ഇന്ത്യൻ റുപ്പി. അതിന്റെ ബിസിനസ് തുടങ്ങാം. അതിന് ബിസിനസ് തുടങ്ങാൻ പറ്റും, ഇ കൊമേഴ്സ് തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം തുടങ്ങാൻ പറ്റും? ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഞാൻ 10,000 വെച്ച് കോവിഡ് സമയത്താണ് എനിക്ക്. അതല്ല, മൈ ക്വസ്റ്റ്യൻ ഈസ് നൗ. ഇപ്പൊ നിങ്ങൾക്ക് 1,50,000 വരെ നിങ്ങളത് ആ പണം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പറയും ഇത് പോയി, അത് അങ്ങനെ നോക്കാം. ഓക്കെ, യു ഇമാജിൻ ദാറ്റ് ഇത് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു നിലപാടോടുകൂടിയിട്ട്, പക്ഷേ എനിക്ക് ഇതുകൊണ്ട് ഇതിന്റെ 10 ഇരട്ടി ഉണ്ടാക്കണം. ഓക്കെ, പക്ഷേ ഇത് സേഫ് ആണ്. ഈ 1,50,000 അതിൻ്റെ അടുത്ത് സേഫ്. ഇതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ മുങ്ങും. ദാറ്റ് മീൻസ് കടങ്ങൾ വരാം. ഞാൻ കടം ചിലപ്പോൾ പലിശക്ക് കടമൊക്കെ വാങ്ങിക്കൊണ്ടിരും. അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല. ഇത്ര വരെ പോകാം. അപ്പം 1,50,000 റുപ്യക്ക് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഈ 2,000 റുപ്യയിട്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? 2,000 റുപ്യയുടെ ബിസിനസ് തുടങ്ങിയ ആളാണ് ഞാൻ. അമേരിക്കയിൽ, ഇവിടെ അല്ല, അമേരിക്കയിൽ ഇന്ത്യൻ റുപ്പി 2,000 കൊണ്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ബിസിനസ് തുടങ്ങിയ ആളാണ്. ഓക്കെ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് ഓൾ ഇഫ് യു നാരോ യുവർ ഫോക്കസ് യു ക്യാൻ ഡു എവറിത്തിങ്. നിങ്ങൾ ചിലപ്പോൾ അതിശയിക്കും 2,000 റുപ്യൻ്റെ ബിസിനസ് തുടങ്ങാൻ. 2,000 റുപ്യ കൊണ്ട് അമേരിക്കയിൽ ഞാൻ ബിസിനസ് തുടങ്ങിയ വ്യക്തിയാണ്. സോ ലെറ്റ് മീ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. 1.5 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ അത്? ഓക്കെ, അതിന് എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു പ്രൊഡക്റ്റ് ഇത് ചെയ്യാം. ഓക്കെ, എന്താ നിങ്ങളെ പ്രൊഡക്റ്റ്? നിങ്ങളെ പ്രൊഡക്റ്റ് എന്താണ്? അല്ല, നിലവിലിപ്പം ചെയ്തത് ഞാനിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അഡ്മിനിസ്ട്രേറ്റർ, ഇ-കോമേഴ്സ്. അത് നിങ്ങൾ വർക്ക് ചെയ്യണം. യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ ബിസിനസ്, am I right? Okay, യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ ബിസിനസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ? അതെ. അതിലെന്താ പ്രൊഡക്റ്റ് എടുക്കണേ? I think it's a kitchen appliances, a small type kitchen appliances or food. Good. So for that you need to have a landing page, you need to have a website, am I right? Yeah. And you need to have payment gateways ഉണ്ടാവണം. Is that correct? Yeah. അത് പേയ്മെന്റ് ഗേറ്റ്വേ ചിലപ്പോൾ അത് ഇതായിരിക്കാം, ദാറ്റ് ഇസ് റേസർ പേ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാമോജോ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രൈപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി പേപാൽ. Is that correct? Yeah. അതൊക്കെ ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? അതൊക്കെ ഉണ്ടോ? അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇനി എന്താ പേടി? മൂന്ന് പേടി പറയാം.
മൂന്ന് പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അഥവാ ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, വലിയൊരു ബേർഡർ ആവോ, അല്ല ഒരു വേറെ എന്തോ മൈൻഡിലൊരു പേടി വരും. 1.5 ലക്ഷം വരെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 1.5 ലക്ഷത്തിന് മേലെ പേടിച്ചാൽ മതി. 1.5 ലക്ഷം വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണോ? നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ? ഈ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? ഓക്കെ, തുടങ്ങാൻ പറ്റും. ഇത് ഇതാണോ ഡ്രോപ്പ് ഷിപ്മെന്റ് പോലത്തെ സാധനമാണോ ഇത്? അല്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ല. നമ്മളിപ്പോ നമ്മൾ തന്നെ പ്രോഡക്റ്റ് ഷിപ്മെന്റ് ഇങ്ങോട്ടേക്ക് കൺസൈൻമെന്റ് ചെയ്തിട്ട് we have the sell. Beautiful. Can you start that with 1,50,000 without any fear? Yeah. When can you start? Okay. When can you start? That's my question. എന്ന് തുടങ്ങാൻ പറ്റും? ഞാൻ ഈ മാസം പ്ലാൻ ചെയ്യുന്നുണ്ട് സർ. ഒരു ഡേറ്റ് പറയാൻ പറ്റുമോ? ആക്ഷൻ പ്ലാൻ ഒക്ടോബർ. നിങ്ങൾ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? അതിന്റെ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഉണ്ടാക്കിയിട്ടുണ്ടോ? Can you make that? പ്രൊജക്ട് എക്സ്പീരിയൻസ് ഇസ് മൈ, എനിക്ക് ഓൾറെഡി എന്റെ മൈൻഡിലെ പ്രൊജക്ട്. നോ മൈൻഡിലുള്ളതും റൈറ്റിംഗും വ്യത്യാസമുണ്ട്. എത്ര പേര് അംഗീകരിക്കാൻ എത്ര പേര് അംഗീകരിക്കും? മനസ്സിലുള്ളത് സാധനം എഴുതി വെക്കുന്നത് വ്യത്യാസമുണ്ട്. എന്നാ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അത്? When can you write it down? 5 days maximum. Good. നിങ്ങൾ എന്റെ ഗ്രൂപ്പിലാണോ? HHMM ഗ്രൂപ്പിലാണോ? ഞാൻ HHMM മറ്റേ ഗ്രൂപ്പിലുണ്ട് സർ. ഏതില്? രണ്ടിലുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് മെസ്സേജ് അയക്കുക അക്കംപ്ലിഷ് എന്ന് പറഞ്ഞിട്ട്, മിഷൻ അക്കംപ്ലിഷ്. Can you do that? ഏതാ ഡേറ്റ് പറഞ്ഞത്? 5th ഞാൻ പ്ലാൻ റെഡി ആക്കി വെക്കും. 29th നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. Good, beautiful. 29th of October. Yeah. By what time? Yes. By what time? ഏത് ടൈം ആവുമ്പോഴേക്കും? ടൈം മോർണിംഗ് 9:30 ആകുമ്പോഴേക്കും. 9:30. നിങ്ങൾ ഇന്ത്യയിലാണോ പുറത്താണോ? പുറത്താണ്. ഇന്ത്യൻ ടൈം. ഓക്കെ, ഇന്ത്യൻ ടൈം. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഹാപ്പി? Happy. Thank you. Good. Thank you very much. Okay, congratulations. Let's move on to the next caller, please.